അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യവും ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം തന്നെ അതിൻ്റെ 45-46 വാക്യങ്ങളും. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ലൂക്കോസ് 22 അതിൻ്റെ 45-46 വാക്യങ്ങൾ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. കേൾപ്പിച്ച വചനത്തിന് മുൻപ് നമുക്ക് നമ്മുടെ തലകൾ വണക്കാം. ആമേൻ. യേശുവേ, ഞാൻ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അവൻ കർത്താവെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് നിന്റെ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ആമേൻ. യേശുവേ, നീ ആ പ്രാർത്ഥനയിൽ കേൾക്കുന്ന കർത്താവേ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് ആ വിഷയത്തിന് ആമേൻ കർത്താവേ, ഇന്ന് ഞങ്ങൾ മടങ്ങി പോകുന്നതിന് മുൻപ് മറുപടി നൽകണമേ അപ്പാ. ഉണർന്നിരുന്ന് ആമേൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, ആമേൻ കർത്താവേ, ഈ വചനത്തെ ഏൽപ്പിച്ചാണ് കരം തരുന്ന കർത്താവേ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ലൂക്കോസ് 22, 45, 46 വാക്യം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. അതെ, ഒരു പരീക്ഷ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പരീക്ഷണം തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കകത്ത് നിങ്ങൾ അകപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് ഈ പകൽക്കാലം ഉണർന്നെഴുന്നേറ്റോ. ആ ഉറക്കത്തിൽ നിന്നും ഹല്ലേലൂയ, നീ മയങ്ങി കിടക്കുന്നതായിരിക്കാം, നീ ഉറക്കത്തിൽ ഇരിക്കുകയായിരിക്കാം. ആ ഉറക്കത്തിനകത്ത് നിന്നും എഴുന്നേറ്റിരുന്ന് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു പരീക്ഷ അവിടെ കടന്നു വരിക. ഹല്ലേലൂയ. എന്താണ് ആ പരീക്ഷ? ഹല്ലേലൂയ. നമുക്ക് തന്നെ നമ്മൾ വളരെ വേദഭാഗം നമ്മൾ വളരെ വായിച്ചവർക്കറിയാം. അതെ, യേശു അടുത്ത ദിവസം ഹല്ലേലൂയ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ ശിഷ്യന്മാർ വിഷാദത്താൽ കിടന്നുറങ്ങുന്നു. അവിടെ ഒരു വളരെ വേഗമായി മുൻപോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവൻ അപ്പവും വീഞ്ഞും ഹല്ലേലൂയ വാഴ്ത്തി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ രാത്രി തന്നെ എന്നെ ഒരാൾ ചൂണ്ടി കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം കേട്ട് അടുത്ത് വരുവാൻ പോകുന്ന ദിവസത്തെക്കുറിച്ചെല്ലാം ഓർത്ത് ശിഷ്യന്മാർ ചിലപ്പോൾ കേട്ട് വിഷാദത്താൽ ആയിരുന്ന് ആ വിഷാദത്തിലായി ഉറങ്ങിപ്പോയിരിക്കാം. അതുകൊണ്ടാണ് യേശു എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് മുന്നിൽ പരീക്ഷണം കൂടി കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എഴുന്നേറ്റോ. ഹല്ലേലൂയ. അതെ, പരീക്ഷകൾക്ക് മധ്യേ ജയിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥന അനിവാര്യമാണ്. നമുക്ക് മുൻപിലുള്ള പരീക്ഷകളെ ജയിക്കുവാൻ പ്രാർത്ഥന ആവശ്യമത്രേ. പ്രാർത്ഥനയാലല്ലാതെ നമുക്ക് മധ്യയുള്ള പരീക്ഷകളെ ജയിക്കുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയാലല്ലാതെ പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതെ, അവിടെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 22:47 ഇങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഹല്ലേലൂയ. ഒരു ശക്തിപ്പെടൽ. ഹല്ലേലൂയ. ഒന്ന് ശക്തിപ്പെടുവാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ മുൻപ് വരുന്ന കഷ്ടം, ഹല്ലേലൂയ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഹല്ലേലൂയ. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം ഇന്നു മുതൽ എന്നിൽ നിറവേറണമേ. എൻ്റെ ഇഷ്ടം ഒന്നുമല്ലപ്പാ, അങ്ങയുടെ ഇഷ്ടം മാത്രം ഇന്നു മുതൽ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ അതെ, യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അത് ഇന്നു മുതൽ നമ്മൾ നടക്കുവാൻ തുടങ്ങും. അവൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നതൊന്നും വെറുതെയല്ല. അവൻ്റെ ഇഷ്ടം നമ്മൾ നശിച്ചു പോകണമെന്നല്ല. യേശു ഒരിക്കലും നമ്മൾ നശിച്ചു പോകുവാനോ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതോ യേശു ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഹല്ലേലൂയ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. അതെ, കഷ്ടപ്പെടുന്നത് യേശുവിന് ഇഷ്ടമല്ല, സങ്കടപ്പെടുന്നത് യേശുവിന് ഇഷ്ടമല്ല, ഭാരത്തോടെ ഇരിക്കുന്നതും യേശു ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ സങ്കടത്തിന് മധ്യേ യേശുവേ, ഞാനിന്ന് സങ്കടത്തോടെയും ഭാരത്തോടെയും ആയിരിക്കുന്നു, എങ്കിലും യേശുവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് മുതൽ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നത് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അനുസരണത്തിനും വിശ്വാസത്തോടും കൂടിയ പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അനുസരണത്തോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല, അവൻ തന്നെ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അതെ, ഏലിയാവ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതെ, യാഗത്തിന്മേൽ തീ ഇറക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവം മിണ്ടാതെ ഇരുന്നില്ല. തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, അതെ, നീതിയോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ശക്തനായവൻ. ഓ സദലക്ഷാര ദീപൽ കടകൻ, മിണ്ടാതിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. അതെ, യോഹന്നാൻ സുവിശേഷം 14:21 തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെ, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഏലിയാവിന് ആ തീയിലൂടെ വെളിപ്പെട്ട ദൈവം. ഹല്ലേലൂയ. പുതിയ നിയമം വന്നപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലൂടെ പറയുക, ഞാൻ എന്നെ തന്നെ നിനക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അതേ, വെളിപ്പെടുത്തുന്ന ദൈവമാ, തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാ. ആ ദൈവത്തെ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നേ, ആ യേശുവിനെ നമ്മൾ സ്തുതിക്കുന്നേ. നീ ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് കുണ്ടുകിണറ്റിലായിരുന്നാലും, ഏത് കഷ്ടത്തിലായിരുന്നാലും നീ നീതിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി തരുന്നവൻ. ഓ ദീപൽ കടകരസി. ഹല്ലേലൂയ. രണ്ടാമതായി പറയട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ വിട്ട് കളയാറുണ്ട് പ്രാർത്ഥന. നമ്മൾ ചിലപ്പോൾ ഒത്തിരി സമയം ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ മടുത്തു പോകാറുണ്ട്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം മഴയുടെ ലക്ഷണങ്ങൾ നോക്കുവാൻ തൻ്റെ ദാസനെ പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. അവൻ ചെന്ന് നോക്കിയിട്ട് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നു, അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏലിയാവ് വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്നു. അവൻ നിരാശനാകാതെ പ്രാർത്ഥിച്ചു. അതെ, 7-ാം പ്രാവശ്യം ആ ദാസന്റെ മുൻപിൽ, ഹല്ലേലൂയ, 44-ാം വാക്യം ഇങ്ങനെ പറയുന്നു, 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് കാണിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മടുത്തു പോകാതെ ഒരിക്കൽ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ചെന്ന് നോക്കിയിട്ട് വന്നു, ലഭിച്ചില്ല, കിട്ടിയില്ല. 2-ാമത്തെ പ്രാവശ്യമായി കിട്ടിയില്ല, 3-ാമത്തെ പ്രാവശ്യമായി കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ മടുത്തു പോകും. പക്ഷേ ഏലിയാവ് മടുത്തു പോയില്ല. 7 പ്രാവശ്യവും ചെന്ന് നോക്കുവാൻ പറഞ്ഞവൻ, ഓ, നോക്കിയിട്ട് വന്നപ്പോൾ ഹല്ലേലൂയ, കടലിൽ നിന്നൊരു കൈ പൊങ്ങി വന്നു. കടലിൽ നിന്നൊരു കൈ പൊങ്ങി വന്നു. ക്ഷണത്തിൽ, അതെ, ആ കാറ്റും മഴയും ദീപൽ കടകരസി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ ദീപൽ ഭൗഷസി. ഹല്ലേലൂയ. അതെ, നിരാശരാകരുത്. ഏലിയാവ് വിശ്വസിച്ചു. സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ദൈവമാ, സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ദൈവമാ. ആ ദൈവത്തിനാണോ മഴ പെയ്യിക്കാൻ പറ്റാത്തേ? ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ പോയി നോക്കി എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ഞാൻ നിരാശപ്പെട്ടു പോകുകയില്ല. ഞാൻ 2 പ്രാവശ്യം നോക്കിയെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകുകയില്ല. 3 പ്രാവശ്യം നോക്കിയാലും നിരാശപ്പെട്ടു പോകുകയില്ല. ഞാൻ നിരാശപ്പെട്ടു പോകാതെ, മടുത്തു പോകാതെ തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുമെങ്കിൽ എൻ്റെ യേശു എനിക്ക് മറുപടി തരുക ചെയ്യും. ഓ, തീയിറക്കിയവന് മഴ പെയ്യിക്കാനോ പ്രയാസം? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, പ്രാർത്ഥന ചിലതിനെ അടയ്ക്കും,
പ്രാർത്ഥന ചിലതിനെ തുറക്കും. ഹല്ലേലൂയ. ചിലതിനെ അടയ്ക്കാനും പ്രാർത്ഥനയ്ക്ക് കഴിയും, ചിലതിനെ തുറക്കാനും പ്രാർത്ഥനയ്ക്ക് കഴിയും. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ പ്രാർത്ഥന ചിലതിനെ അടച്ചു, ചിലതിനെ തുറന്നു. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. പ്രിയരെ, പ്രാർത്ഥന, ഹല്ലേലൂയ, ചിലത് മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല, ചിലതിനെ അടച്ചു. ഹല്ലേലൂയ. പിന്നും മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ചിലതിനെ തുറന്നു. പ്രിയരെ, പ്രാർത്ഥന ചിലതിനെ അടയ്ക്കുകയും ചിലതിനെ തുറക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം അടച്ചുവെങ്കിൽ, ഹല്ലേലൂയ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആ ആകാശം തുറന്നു കൊടുത്ത ദൈവവുമാ അടയ്ക്കുകയും ചെയ്യാനും തുറക്കുവാനും കഴിവുള്ള ശക്തമേറെ കൈയുള്ള ദൈവമാ നമ്മുടെ ദൈവം. ആ ദൈവത്തെയാ നമ്മൾ വാതോരാതെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നേ. നമ്മുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ഹല്ലേലൂയ, ഇങ്ങനെ തന്നെ പറയട്ടെ, നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ മടുക്കാതെ ഇരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, പ്രിയരെ, നമുക്ക് മധ്യമുള്ള ചില വിഷയങ്ങളുണ്ട്, പ്രതിസന്ധികളായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനെയൊക്കെ അടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ചില വഴികളും വാതിലുകളുമുണ്ട്, അതിനെ തുറന്നു തരുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം നീതിയുള്ളവനാ. ഹല്ലേലൂയ. കഴിഞ്ഞില്ല പ്രിയരെ, പ്രാർത്ഥന മരണത്തെ അടയ്ക്കും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി, മരിച്ചു പോകുവാൻ തക്കവണ്ണം നമ്മൾ രോഗം പിടിപ്പെട്ടു. യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഏകാഗ്രതയോടും വിശ്വസ്തയോടും തിരുമുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ നടുമുറ്റം വിടുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ അരുളപ്പാടെത്തി. അതിൻ പ്രകാരം, ഹല്ലേലൂയ, യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ ആയുസ്സിനെ ദൈവം 15 സംവത്സരം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ ദൈവമാ. ഓ റതലക്ഷാന, ദൈവത്തിന് മരണത്തെ പോലും അടയ്ക്കുവാൻ കഴിയുമെന്ന്, മരണത്തെ പോലും നീക്കി വയ്ക്കുവാൻ കഴിയുമെന്ന്. യഹോവയുടെ അരുളപ്പാടുണ്ടായതാ മരിക്കുമെന്ന്. അതേ യെശയ്യാവ് തന്നെ തിരിച്ചു വന്ന് പറയുക. ഹല്ലേലൂയ. ആ മുഖം തിരിച്ച്, ഹല്ലേലൂയ, ഹിസ്കിയാവ് നേരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മരണത്തെ നീക്കി കൊടുത്തുവെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. 5-ാമതായി പറയട്ടെ, പ്രാർത്ഥന നമുക്ക് വരാവുന്ന അനർത്ഥങ്ങളെ നീക്കിക്കളയും. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. യേശു ശിഷ്യന്മാരുമൊത്ത് പടകിൽ യാത്ര ചെയ്യുക. പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും, ഹല്ലേലൂയ, ചുഴലിക്കാറ്റും ഉണ്ടായി. ഹല്ലേലൂയ. യേശുവിനെ അവർ ശിഷ്യന്മാർ തട്ടി ഉണർത്തുന്നു. ഇതിങ്ങനെ ചോദിക്കുക, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഹല്ലേലൂയ. പ്രിയരെ, കുടുംബത്തെ അസ്വസ്ഥമാക്കുന്ന ചില കൊടുങ്കാറ്റുകളുണ്ട്. നാം പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം അതിനെയൊക്കെ അടയ്ക്കും. ഹല്ലേലൂയ. അതിനൊക്കെ ഒരു ശാന്തത വരും. ഓ, ഏറ്റെടുത്തോ. കുടുംബത്തിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുക, ചില കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുക. കൊടുങ്കാറ്റാ, വീഴിക്കുമെന്നാ പറയുന്നേ, തള്ളിയിടുമെന്നാ പറയുന്നേ. മടുക്കാതെ, യേശു അടുത്തുണ്ട്, തട്ടി വിളിച്ചോ. ശിഷ്യന്മാർ വിളിച്ചതുപോലെ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിഷമമില്ലയോ? അതെ, ആ ചോദ്യത്തിന് മുൻപിൽ എഴുന്നേറ്റവനാ. പ്രിയരെ, പ്രാർത്ഥന ചിലതിനെ അടയ്ക്കും, ചിലതിനെ പണിയും, ചിലതിനെ തുറക്കും. ഏത് വിഷയത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് മറുപടി തരിക തന്നെ ചെയ്യും.
അതിനാൽ നമുക്ക് പ്രാർത്ഥനയിൽ ശക്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കുമുള്ള സംശയമാണ്, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. അതിനും ബൈബിൾ തന്നെ, വേദഭാഗം തന്നെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് രൂപമ ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, ഒരു ചുങ്കക്കാരനും ഒരു പരീശനും. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനാ രീതി വളരെ ശ്രദ്ധേയമാണ്. അവർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ, അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തെ പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ, പ്രിയരെ, വചനം പറയുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവൻ നീതീകരിക്കപ്പെട്ടവനായി. അതേ, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ആ തിരുമുഖത്തെത്തിയപ്പോൾ, ഹല്ലേലൂയ, ആ സ്വർഗത്തേക്ക് നോക്കുവാൻ കഴിയാതെ അവൻ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച്, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. പരീക്ഷ വന്ന് തന്നെ വെളിപ്പെടുത്തുക, ഞാൻ ഇങ്ങനെയുള്ളവനാ. അവൻ തന്നെ പുകഴ്ത്തുക, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ശ്രദ്ധേയനായിരിക്കുന്നതെന്ന് അവൻ തന്നെ പുകഴ്ത്തിയാ പ്രാർത്ഥിച്ചേ. പക്ഷെ ചുങ്കക്കാരൻ തന്നെ ഉയർത്തിയില്ല. അവൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ അവൻ്റെ കുറവുകളെ നോക്കി അവിടെ ചെന്ന് കവിണ്ണ് വീണ് മുട്ടുമേൽ നിന്ന്. പ്രിയരെ, നമുക്കും ആ ചുങ്കക്കാരനെ പോലെ ആയി വരാം. നമ്മുടെ കുറവുകളെ സന്നിധിയിൽ ഏറ്റു പറയാം. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അപ്പനോട് പറയാം. ഹല്ലേലൂയ. അവൻ കേൾക്കാതിരിക്കുന്നവനല്ല. അതെ, 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവേഷ്ടം. ഹല്ലേലൂയ. ആ ചുങ്കക്കാരനെ പോലെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ഈ സന്ധ്യ ഒരു നിമിഷം നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. മടുത്തു പോകാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവൻ, മരണത്തെ പ്രാർത്ഥിച്ചാൽ നീക്കുന്നവൻ, മരണത്തെ അടയ്ക്കുന്നവൻ, വഴികളെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നവൻ. ആ ചുങ്കക്കാരനെ പോലെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവേ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞാട്ടെ. ആ അല്പനോട് ഒരു നിമിഷം നമ്മുടെ കുറവുകളെ നോക്കിക്കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് ഉറച്ച് വിളിച്ചാട്ടെ. ആ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവേ, അങ്ങനെ കാണുന്നില്ലേ അപ്പാ? അപ്പാ, ഞാൻ കുറവുള്ള മനുഷ്യനാ, ഇതിൽ ഒത്തിരി കുറവുകളുണ്ടപ്പാ, എനിക്ക് പുകഴുവാനൊന്നുമില്ല. യേശുവേ, പാവമായ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നു, ഞാനും ഒരു പാവിയാണപ്പാ. അപ്പാ, ഈ പാവി അങ്ങ് ഓർക്കണമേ. യേശുവേ, ഞാനിന്ന് കഷ്ടത്തിലായിരിക്കുന്നപ്പാ, ഞാനിന്ന് കണ്ണുനീരിലായിരിക്കുന്നപ്പാ, ഞാൻ ഇല്ലായ്മയുടെ നടുവിലായിരിക്കുന്നപ്പാ, മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നപ്പാ. ഈ പാപിയെ ഓർക്കണമേ പിതാവേ. ഈ പാവിയെ അങ്ങ് തൊടയണമേ കർത്താവേ. ഈ പാവിക്ക് അങ്ങ് മറുപടി തരണമേ അപ്പാ. യേശുവേ, ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. യേശുവേ, ഞങ്ങളുടെ മുൻപിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന യാചനയും കേട്ട് മറുപടി തരണമേ യേശുവേ. പ്രിയജനത്തെ കാവ്യജനം തിരികടത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.